ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജനറ്റിക് കോഡ് എന്നുള്ള ടോപ്പിക്കാണ്. ജനറ്റിക് കോഡ് ഈസ് എ യൂണിവേഴ്സൽ സെറ്റ് ഓഫ് റൂൾസ് യൂഷ്വലി ഇൻ ട്രിപ്ലെറ്റ്സ്. അതായത് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സെറ്റ് ഓഫ് റൂളാണ്. എല്ലാ ഓർഗാനിസംസിനും ബാധകമായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ സെറ്റ് ഓഫ് റൂളാണ് ജനറ്റിക് കോഡ് എന്നുള്ളത്. യൂഷ്വലി ഇൻ ട്രിപ്ലെറ്റുകളായിട്ടാണ് നമ്മളിത് എഴുതുന്നത് ഓൺ mRNA that translates the DNA information into 20 amino acids during protein synthesis. And it consists of 64 total codons. അതായത് ടോട്ടൽ 64 കോഡോൺസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഈ ഒരു ജനറ്റിക് കോഡ് എന്നുള്ളത് യൂണിവേഴ്സൽ സെറ്റ് ഓഫ് റൂൾസ് ആണ് അല്ലേ. നമ്മുടെ നൈട്രജനസ് ബേസുകൾ ഉണ്ട്. ഈ നൈട്രജനസ് ബേസുകളെ പല രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് ഈ 20ഓളം അമിനോ ആസിഡ്സിന്റെ കോഡോണുകൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. വ്യത്യസ്ത അമിനോ ആസിഡുകൾ ഉണ്ട് അല്ലെ, വ്യത്യസ്ത അമിനോ ആസിഡുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. 20ഓളം അമിനോ ആസിഡുകൾ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മുടെ നൈട്രജൻ ബേസുകളുടെ പല കോമ്പിനേഷൻസ് അല്ലെ, 4 നൈട്രജൻ ബേസുകളുടെ അതിനെ പല രീതിയിൽ ഇങ്ങനെ ട്രിപ്ലെറ്റുകളായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെ ഓരോ കോഡോണുകൾ കിട്ടും. അപ്പൊ കോഡോണുകൾ എന്ന് പറയുന്നത് ട്രിപ്ലെറ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ട്രിപ്ലെറ്റ് ആയിട്ടാണ് ഇത് എഴുതുക. ട്രിപ്ലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? യു 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 അല്ലെ. ഇതൊരു 3 നൈട്രജൻ ബേസുകൾ കൂടി ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. യു യു യു, ദെൻ അടുത്തത് ഇതിപ്പോ യു യു സി, അങ്ങനെ യു യു എ, യു യു ജി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ എന്താണ്? 3 ട്രിപ്ലെറ്റ് ആയിട്ടാണ് ഇത് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതില് യു 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 എന്ന് പറയുന്നത് ഒരു കോഡോൺ ആണ്. യു യു സി എന്ന് പറയുന്നത് മറ്റൊരു കോഡോൺ ആണ്. യു യു എ എന്ന് പറയുന്നത് വേറെ ഒരു കോഡോൺ ആണ്. അപ്പൊ ഇങ്ങനെ ട്രിപ്ലെറ്റുകളായിട്ട് നമുക്ക് ഓരോ കോഡോണുകൾ എഴുതാൻ സാധിക്കും. ഇതിൽ ഓരോ കോഡോണുകളും വ്യത്യസ്ത അമിനോ ആസിഡുകളെ കോഡ് ചെയ്യുന്നു. അമിനോ ആസിഡുകളെ കോഡ് ചെയ്യാത്ത കോഡോണുകളും ഉണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ട്രിപ്ലെറ്റ് എന്നുള്ളത് കൊണ്ടാണ് എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ന്യൂക്ലിയോടൈഡ്സ് അഥവാ നൈട്രജൻ ബേസുകൾ ഇങ്ങനെ പല രീതിയിൽ നമുക്കിത് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഈ 4 നൈട്രജൻ ബേസുകളെ പല രീതിയിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ യു സി യു എന്ന് കമ്പൈൻ ചെയ്യുന്നു, ദെൻ യു എ യു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പല രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോഴും ഇവിടെ ട്രിപ്ലെറ്റ് ആയിട്ടാണ് ഇത് കമ്പൈൻ ചെയ്യുന്നത്. അതാണ് ജനറ്റിക് കോഡ് ട്രിപ്ലെറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോയിന്റ് ക്ലിയർ ആയല്ലോ. യൂണിവേഴ്സൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്, ട്രിപ്ലെറ്റ് ആയിട്ടാണ് ഇത് എഴുതുന്നത്. And translate the DNA information into 20 amino acids during protein synthesis, and it consists of 64 total codons. Okay, അപ്പോൾ ഇങ്ങനെ നമ്മൾ വ്യത്യസ്ത കോമ്പിനേഷൻസ് ഉണ്ടാക്കുമ്പോൾ 64 കോഡോൺസ് നമുക്ക് കിട്ടും. ഓക്കെ, 64 കോഡോൺസ് നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ, അതിൽ 61 എണ്ണം മാത്രമേ അമിനോ ആസിഡുകളെ കോഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 20 അമിനോ ആസിഡ്സ് ആണ് ഉള്ളത് അല്ലെ. 20 അമിനോ ആസിഡ്സിനെയാണ് ഇത് ഓരോന്നും കോഡ് ചെയ്യുന്നത്. പക്ഷേ അപ്പൊ ഇവിടെ നോക്കൂ, പക്ഷെ ഇതിൽ 64 കോഡോണുകൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് യു 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 എന്ന് പറഞ്ഞാൽ ഫിനൈൽ അലനിൻ ആണ് അല്ലേ. യു യു സി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ദെൻ യു യു എ എന്ന് പറഞ്ഞാൽ ലൂസിൻ ആണ്. യു യു ജി എന്ന് പറഞ്ഞാലും ലൂസിൻ ആണ്. അതായത് ഒന്നിലേറെ കോഡോണുകൾ, 6 ടൈപ്പ് കോഡോണുകളൊക്കെ ഒരേ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. ആകെ 20 അമിനോ ആസിഡ് അല്ലേ നമുക്കുള്ളൂ. പക്ഷേ പല കോഡോണുകളും എന്ത് ചെയ്യുന്നുണ്ട്? പല കോഡോണുകളായിട്ട്. ഇപ്പൊ യു 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 എന്ന് പറഞ്ഞാൽ ഫിനൈൽ അലനിൻ ആണ്. യു യു സി അതാണ്. ദെൻ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യു യു എ എന്ന് പറഞ്ഞാൽ ലൂസിന. യു യു എ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂസിൻ ആണ് അല്ലേ. ദെൻ യു യു ജി എന്ന് പറഞ്ഞാൽ ലൂസിൻ ആണ്. സി യു യു എന്ന് പറഞ്ഞാൽ ലൂസിൻ ആണ്. സി യു സി എന്ന് പറഞ്ഞാലും ലൂസിൻ ആണ്. ദെൻ സി യു എ എന്ന് പറഞ്ഞാലും സി യു ജി എന്ന് പറഞ്ഞാലും ഇതെല്ലാം ലൂസിനെയാണ് കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്രണ്ണം വന്നു? 6 കോഡോണുകള് ലൂസിൻ എന്ന് പറയുന്ന ആ ഒരു അമിനോ ആസിഡുകളെ തന്നെ കോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 6 വ്യത്യസ്ത കോഡോണുകൾ ലൂസിൻ എന്ന് പറയുന്ന ഒരൊറ്റ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് 64 എണ്ണമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 64 എണ്ണത്തില് 3 ആൾക്കാരുണ്ട്, ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യാത്ത ആൾക്കാർ. ഓക്കെ, ഈ 64 എണ്ണത്തില് 3 ആൾക്കാർ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത്
അവയെ നമുക്ക് സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയാം. ഇവർ അമിനോ ആസിഡുകൾ കോഡ് ചെയ്യുന്നില്ല. 3 ആൾക്കാർ ആരൊക്കെയാണ്? ഏതൊക്കെയാ സ്റ്റോപ്പ് കോഡോൺ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. UAA, UAG, then UGA. ഇത് ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. ബാക്കി 61 എണ്ണം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അമിനോ ആസിഡുകളെ കോഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. നമ്മളിവിടെ പറഞ്ഞത് എന്തായിരുന്നു? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 64 ടോട്ടൽ കോഡോൺസ്. 64 കോഡോണുകൾ ഉണ്ട്. ഓക്കെ, ദെൻ അതിൽ 61 കോഡോൺസ് മാത്രമേ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുള്ളൂ. 3 കോഡോണുകൾ അമിനോ ആസിഡുകളെ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അമിനോ ആസിഡുകളെ പ്രോട്ടീൻ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ള കോഡോണുകളെ നമുക്ക് സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയാം കേട്ടോ. ദെൻ അടുത്ത പോയിന്റ്, ജോർജ് ഗാമോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ജോർജ് ഗാമോ ഇൻ 1954 പ്രപ്പോസ്ഡ് ദ തിയററ്റിക്കൽ ട്രിപ്ലെറ്റ് കോഡ്. ട്രിപ്ലെറ്റ് കോഡ് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ജോർജ് ഗാമോ ആണ്. അത് നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾസ് ഓഫ് ജനറ്റിക് കോഡ്. ജനറ്റിക് കോഡിന്റെ പ്രിൻസിപ്പിൾസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ജനറ്റിക് കോഡ് കൺസിസ്റ്റ് ഓഫ് 64 ഡിഫറെന്റ് കോഡോൺസ്, ഈച്ച് ഓഫ് വിച്ച് കോഡ്സ് ഫോർ 1 ഓഫ് ദി 20 അമിനോ ആസിഡ്സ്. എ കോഡോൺ കൺസിസ്റ്റ് ഓഫ് എ ട്രിപ്ലെറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് ബേസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു കോഡോൺ എന്ന് പറയുമ്പോൾ അതിൽ എന്താ ഉണ്ടാവുക? ട്രിപ്ലെറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് ബേസസ് അല്ലെ, ന്യൂക്ലിയോടൈഡ് ബേസസിന്റെ ട്രിപ്ലെറ്റുകളാണ് ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ നോക്കൂ, AUU എന്ന് പറയുമ്പോൾ 3 എണ്ണം ന്യൂക്ലിയോടൈഡ് ബേസസിന്റെ ട്രിപ്ലെറ്റ് ആയിട്ടാണ് ഇത് എഴുതുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റിലേഷൻഷിപ്സ് among amino acids and codon is said to be the genetic code, which is often summarized in the table. അതായത് ജനറ്റിക് കോഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം, ഈ ഒരു ടേബിൾ ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ, തേർഡ് ലെറ്റർ എന്നൊക്കെ കാണാൻ സാധിക്കും അല്ലേ. വളരെ സിമ്പിൾ ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ എന്ന് കണ്ടു അല്ലേ. ദെൻ ഇത് സെക്കൻഡ് ലെറ്റർ ആണ്, കോഡോൺ എഴുതുന്ന സമയത്ത് തേർഡ് ലെറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ വന്നതെന്നുള്ളത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ നോക്കൂ, ഇവിടെ യു അല്ലേ വന്നത്, ആ യു ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ആ യു ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. ദെൻ ഇനി സെക്കൻഡ് ലെറ്റർ, ഈ ആദ്യത്തെ സെക്കൻഡ് ലെറ്റർ എവിടെ നിന്ന് എടുക്കും? ഇതിന്റെ മുകളിൽ യു ആണല്ലോ അല്ലേ, ഇവിടെ യു അല്ലേ വന്നിട്ടുള്ളത്, ആ യു ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, രണ്ടാമതായിട്ട് എഴുതിയിട്ടുള്ളത്. ദെൻ തേർഡ് ലെറ്റർ എങ്ങനെ എടുക്കും? തേർഡ് ലെറ്റർ നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇവിടെ യു ആണ് അല്ലേ, ഇവിടെ യു ആണ്. അപ്പൊ ആ യു ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ യു 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 എന്ന് വന്നു. ഇനി ഇങ്ങോട്ടേക്ക് നോക്കൂ, ഇവിടെ ഈ ഒരു കേസിൽ നമുക്കിതൊന്ന് ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. അതായത് ഇനി അടുത്തതിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലെറ്റർ എങ്ങനെ എടുക്കാം? യു ആണ് അവിടെ ഫസ്റ്റ് ലെറ്റർ വരിക അല്ലേ. അതായത് ഇവിടെ നോക്കൂ, ഇത് യു ആണ്, ഈ യു ആണല്ലേ, ഇവിടെ ഉള്ള യു ആണത്. ദെൻ സെക്കൻഡ് ലെറ്റർ നമുക്ക് സി ആ വരിക അല്ലേ, ഇവിടെ സി ആയതുകൊണ്ട് സെക്കൻഡ് ലെറ്റർ നമുക്ക് സി ആണ് വരിക. അപ്പൊ ഈ സി ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ തേർഡ് ലെറ്റർ നോക്കൂ, ഇവിടെ തേർഡ് ലെറ്റർ എന്നുള്ളത് അവിടെ ഏതാ തേർഡ് ലെറ്റർ വരുന്നത്? ഇതിന് നേരെ വരുന്നത് യു ആണ് അല്ലേ. അപ്പൊ യു എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്, ഇവിടെ യു ആണ് തേർഡ് ലെറ്റർ വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും നമ്മൾ എഴുതി ട്രിപ്ലെറ്റുകളായിട്ടാണ് ഇത് ചെയ്യുന്നത്, എഴുതുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റിലേഷൻഷിപ്സ് എമംഗ് amino acids and codon is said to be a genetic code which is often summarized in the table. Okay അല്ലേ. ദെൻ അടുത്തതായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജനറ്റിക് കോഡ് ആണ് നോക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജനറ്റിക് കോഡ്. ഇറ്റ് ഈസ് എ ട്രിപ്ലെറ്റ് കോഡ്. ട്രിപ്ലെറ്റ് കോഡാണ് അല്ലേ. അതെന്താണെന്നുള്ളത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമ്മൾ ഓൾറെഡി 1-2 തവണയൊക്കെ പറഞ്ഞതാണ്. എ കോഡോൺ or a code word is defined as a group of bases that specify an amino acid. Then there is strong evidence which proves that a sequence of 3 nucleotides codes for an amino acid in the protein. That is, the code is triplet. ട്രിപ്ലെറ്റുകളായിട്ടാണ് എഴുതുന്നത്. Then next one is degeneracy. Degeneracy അതെന്താണെന്നുള്ളത് നോക്കാം. The code is degenerate. കോഡ് ഡീജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, വിച്ച് മീൻസ് ദാറ്റ് ദ സെയിം അമിനോ ആസിഡ് ഈസ് കോഡഡ് ബൈ മോർ ദാൻ 1 ബേസ് ട്രിപ്ലെറ്റ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ദ 3 അമിനോ ആസിഡ്സ് ആർജിനിൻ, അലനിൻ, ല്യൂസിൻ ഈച്ച് ഹാവ് 6 സിനോണിമസ് കോഡോൺസ്. അതായത് ഡീജനറസി എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ടേബിൾ വെച്ച് നമുക്കൊന്ന് പറയാം. ഓക്കെ, ദ കോഡോൺ ഈസ് ഡീജനറേറ്റ്, അല്ലെങ്കിൽ ഒരു ഡീജനറസി ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? CUU മാത്രമല്ല ല്യൂസിന് കോഡ് ചെയ്യുന്നത് അല്ലേ,
UUAയും UUG ആണെങ്കിലും CUC ആണെങ്കിലും CUA CUG ഇതെല്ലാം എന്താണ് ല്യൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീജനറസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. I repeat, the code is degenerate, which means that the same amino acid is coded by more than one base triplet. Okay ആണല്ലോ, the same amino acid is coded by more than one base triplet. ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് the code degeneracy is basically two types. Code degeneracy രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാം. പാർഷ്യൽ ഡീജനറസി ആൻഡ് കംപ്ലീറ്റ് ഡീജനറസി. ഓക്കെ, ജനറ്റിക് കോഡിന്റെ ഡീജനറസി രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാം. ഏതൊക്കെയാണ്? പാർഷ്യൽ ഡീജനറസി ആൻഡ് കംപ്ലീറ്റ് ഡീജനറസി. അപ്പൊ ആദ്യം നമുക്ക് പാർഷ്യൽ ഡീജനറസിയെ കുറിച്ച് നോക്കാം. The first nucleotides are identical, but the third nucleotide of the degenerate codon differs. For example, CUU and CUC code for leucine. അതായത് പാർഷ്യൽ ഡീജനറസി എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് ന്യൂക്ലിയോടൈഡ്സ് ഐഡന്റിക്കൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ സിയും യുയും അല്ലേ, ആദ്യത്തെ രണ്ടെണ്ണം സിയും യുയും അത് രണ്ടും സെയിം ആണ്. എന്നാൽ മൂന്നാമത്തത് തേർഡ് പൊസിഷനിലുള്ളത് ഇവിടെ യു വന്നു, ഇവിടെ സി വന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡീജനറസിയാണ് എന്ത് പാർഷ്യൽ ഡീജനറസി എന്ന് പറയുന്നത്. പാർഷ്യൽ ഡീജനറസിയുടെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ രണ്ട് ന്യൂക്ലിയോടൈഡ്സ് ഐഡന്റിക്കൽ ആയിരിക്കും, മൂന്നാമത്തത് ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്തത് കംപ്ലീറ്റ് ഡീജനറസി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കംപ്ലീറ്റ് ഡീജനറസി occurs when any of the four bases can take third position and still code for the same amino acid. For example, CUC, UCC, UCA, UCG all codes for serine. Okay, complete degeneracy occurs when any of the four bases can take third position. Okay, third position la any of the four bases can take the third position. Third position la ഏത് ബേസ്, 4 ബേസിലെ ഏതെണ്ണവും ഏത് ബേസും വരാം and still code for same amino acid. ഓക്കെ, അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കംപ്ലീറ്റ് ഡിജനറസി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ രണ്ടെണ്ണം സെയിം ആണ് എപ്പോഴും അല്ലേ, നമ്മൾ ഈ ഒരു പാർഷ്യലിന്റെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താ? മൂന്നാമത് വരുന്നതിൽ ഈ 4 ബേസസും വരും, ഒരേ അമിനോ ആസിഡിനെ തന്നെ കോഡ് ചെയ്യാനായിട്ട്. ഇവിടെ യു വന്നു, ഇവിടെ സി വന്നു, ഇവിടെ എ വന്നു, ഇവിടെ ജി വന്നു. അങ്ങനെ 4 ന്യൂക്ലിയോടൈഡ് ബേസുകളും വന്നു. അതാണ് കംപ്ലീറ്റ് ഡീജനറസി. ഓക്കെ, ഇവിടെ പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ പാർഷ്യലിന്റെ കേസിൽ അങ്ങനെ 4 ബേസസും വരണമെന്നില്ല. ഇവിടെ ഇപ്പം ലൂസിന്റെ കേസിൽ യുവും സിയും ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നോൺ ഓവർലാപ്പിംഗ്. നമ്മുടെ ജനറ്റിക് കോഡിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് നോൺ ഓവർലാപ്പിംഗ്. ദ ജനറ്റിക് കോഡ് ഈസ് നോൺ ഓവർലാപ്പിംഗ്, ദാറ്റ് ഈസ് ദ അഡ്ജസന്റ് കോഡോൺസ് ഡു നോട്ട് ഓവർലാപ്പ്. എ നോൺ ഓവർലാപ്പിംഗ് കോഡ് means that the same letter is not used for two different codons. In other words, no single base can take part in the formation of more than one codon. ഓക്കെ, അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നോൺ ഓവർലാപ്പിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് ജനറ്റിക് കോഡ് നോൺ ഓവർലാപ്പിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം AUG ഇത് മെത്തയോണിനെ മാത്രമേ കോഡ് ചെയ്യൂ, വേറെ ഒന്നിനും ഇത് കോഡ് ചെയ്യില്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, GUU ഇത് വാലിനെ മാത്രമേ കോഡ് ചെയ്യൂ. GUU ഒരിക്കലും ലൂസിനെയോ എഫിനൈൽ അലനെയോ ഒന്നും കോഡ് ചെയ്യില്ല. GUU എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് വാലിൻ ആയിരിക്കും, അത് എപ്പോഴും കോഡ് ചെയ്യുക. വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ആയിരിക്കും അത് കോഡ് ചെയ്യുക. ക്ലിയർ ആയില്ലേ? അതാണ് നോൺ ഓവർലാപ്പിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊരു മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരൊറ്റ സ്റ്റാർട്ട് കോഡോണേ ഇതിലുള്ളൂ. അതായത് ജനറ്റിക് കോഡിൽ ഒരൊറ്റ സ്റ്റാർട്ട് കോഡോണേ ഉള്ളൂ, അത് AUG ആണ്. അതേത് അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത് എന്നും കൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മെത്തയോണിനെയാണ് കോഡ് ചെയ്യുന്നത്. സ്റ്റാർട്ട് കോഡോൺ ഏതാണ്? AUG. ഇതിനെയാ കോഡ് ചെയ്യുന്നത്? മെത്തയോണിൻ. സ്റ്റോപ്പ് കോഡോണുകൾ എന്ന് പറഞ്ഞാൽ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അത് ഏതൊക്കെയാ വരുന്നത്? നമ്മുടെ UAA, UAG വരുന്നുണ്ട്, ദെൻ UGA വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് സ്റ്റാർട്ട് കോഡോണും സ്റ്റോപ്പ് കോഡോണും പഠിച്ചു വെക്കുക കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നോൺ ഓവർലാപ്പിംഗ് എന്നുള്ളത് കൊണ്ട് എന്താണെന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തതായിട്ട് കോമാലസ് എന്താന്നുള്ളത് നോക്കാം. കോമാലസ് എന്ന് പറഞ്ഞാൽ
എന്താണ്? The genetic code is commaless or comma free. There is no signal to indicate the end of one codon and the beginning of the next. There is no intermediary nucleotides or commas between the codons. അതായത് നമ്മളിപ്പോൾ ഇവിടെ യു എ യു അങ്ങനെയൊക്കെ എഴുതുന്നില്ലേ, ഇതെല്ലാം എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കോമയൊന്നും യൂസ് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നോക്കിയേ, GAU GAC ഇതെല്ലാം എഴുതുന്ന സമയത്ത് ഇതിനിടയിൽ കോമ യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് കോമാലെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് നോൺ ആംബിഗ്യൂറ്റി. നോൺ ആംബിഗ്യസ് കോഡ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ ആംബിഗ്യൂറ്റി അബൌട്ട് ദ പെർട്ടിക്കുലർ കോഡോൺ. നമുക്ക് ഒരു സംശയവും ഇല്ല. അതായത് ഒരു കോഡോണിനെ കുറിച്ച് നമുക്ക് അവിടെ അത് സ്പെസിഫിക് ആണ്, അതിനെക്കുറിച്ച് നമുക്ക് അവിടെ ഒരു ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് നോ ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സംശയവും അവിടെ വരുന്നില്ല. നോൺ ആംബിഗ്യസ് ആണ്. Okay, particular codon will always code for the same amino acid. While the same amino acid can be coded by more than one codon, the code is degenerate. നമ്മൾ നേരത്തെ പറഞ്ഞു. Okay, the same codon shall not code for 2 or more different amino acids. നമ്മൾ ഈ നോൺ ഓവർലാപ്പിംഗ് ആണ് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഏകദേശം ഇതിൽ വരുന്നത് അല്ലേ. നോൺ ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് പറയാം, ഒന്നുകൂടി പറയാം, ഈ ഒരു ടേബിൾ വെച്ചിട്ട് പറയാം. അതായത് യു അതെപ്പോഴും ഫിനൈൽ അലനിൻ തന്നെയാണ് കോഡ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഇപ്പം ഇവിടെ AUG അതെപ്പോഴും മെത്തയോണിനെ മാത്രമേ കോഡ് ചെയ്യൂ, വേറൊരു അമിനോ ആസിഡിനെ അത് കോഡ് ചെയ്യില്ല. ഓക്കെ ആണല്ലോ. ദെൻ ഇവിടെ നോക്കൂ, AGU ഇത് സെറിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യൂ. ഓക്കെ, വേറെ ഒന്നിനും അത് കോഡ് ചെയ്യില്ല. ദെൻ അതുപോലെ GUG വാലിനെ മാത്രമേ കോഡ് ചെയ്യൂ, വേറെ ഒരു അമിനോ ആസിഡിനെ അത് കോഡ് ചെയ്യില്ല. അപ്പോൾ അതാണ് നോൺ ആംബിഗ്യസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ കോഡോൺ ഒരിക്കലും നമ്മൾ ആ ഒരു കോഡോൺ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും അത് ഏതിനെയാണോ കോഡ് ചെയ്യുന്നത് അതിനെ മാത്രമേ കോഡ് ചെയ്യൂ, വേറൊരു അമിനോ ആസിഡിനെ പോയിട്ട് അത് കോഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ Universality of the code means that the same sequence of 3 bases encode the same amino acids in all life forms from simple microorganisms to complex multi-celled organisms such as human beings. The genetic code applies to all modern organisms with only minor exceptions such as yeast, mitochondria and the mycoplasma. Then next is polarity. അതായത് ജനറ്റിക് കോഡ് ഹാസ് പൊളാരിറ്റി. ജനറ്റിക് കോഡിന് പൊളാരിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ദ കോഡ് ഈസ് ഓൾവേസ് റീഡ് ഇൻ എ ഫിക്സഡ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഇൻ ദി 5-3- ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറ്റിക് കോഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.